ഹായ് ഫ്രണ്ട്സ്, ലേൺ വിത്ത് ജിആറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫി ഭാഗത്തുള്ള 6ാമത്തെ ചാപ്റ്ററാണ് മാറുന്ന ഭൂമി. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യമായി ഇവിടെ നൽകിയിരിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി അടയാളപ്പെടുത്തി 2024 ജൂലൈ 30 പുലർച്ചെ വയനാട് ജില്ലയിൽ മേപ്പാടിക്കടുത്ത് പലയിടങ്ങളിലായി സംഭവിച്ച ഉരുൾപൊട്ടലുകളിലെ ഒരു അതിജീവതയുടെ അനുഭവ സാക്ഷ്യമാണ്. ഇതിൽ നിന്നും നമുക്ക് ഉരുൾപൊട്ടലുകൾ പോലെയുള്ള ഭൗമ പ്രതിഭാസങ്ങൾ എത്രത്തോളം വിനാശകാരികളാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എല്ലാ ഭൗമ പ്രതിഭാസങ്ങളും വിനാശകാരികളാണോ? എന്തുകൊണ്ടാണ് ഇത്തരം വിനാശകാരികളായ ഭൗമ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്? ഇവ മുൻകൂട്ടി പ്രവചിക്കാനാകുമോ? ഭൗമ പ്രതിഭാസങ്ങൾ ദുരന്തങ്ങളാകുന്നത് എപ്പോഴാണ്? ഇത്തരം ഭൗമ പ്രതിഭാസങ്ങൾ ദുരന്തങ്ങളാകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കാനാകും? എന്തൊക്കെയാണ് ദുരന്ത ലഘൂകരണ മാർഗങ്ങൾ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടലാണ് ഈ അധ്യായം. നമുക്ക് ബാക്കി നോക്കാം. എന്താണ് വിപത്തും ദുരന്തവും? ദുരന്ത നിവാരണ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് മുന്നോടിയായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പതിവായി ഉപയോഗിക്കുന്ന ചില പദങ്ങൾ നാം പരിചയപ്പെടേണ്ടതുണ്ട്. വിപത്ത്, ദുരന്തം, നഷ്ടസാധ്യത, ആഘാത സാധ്യത, കൈകാര്യക്ഷമത എന്നിവയാണവ. അപ്പം നമ്മൾ ഈ ദുരന്ത നിവാരണ പദ്ധതികളെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ടേംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വിപത്ത്, ദുരന്തം, നഷ്ടസാധ്യത, ആഘാത സാധ്യത, കൈകാര്യക്ഷമത. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹിക സാമ്പത്തിക മേഖലകൾക്കും വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തെ വിപത്തെന്ന് പൊതുവായി വിവക്ഷിക്കാം. എന്താണിപ്പോൾ വിപത്ത്? വിപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവജാലങ്ങളുടെ ജീവനും അതുപോലെ ആരോഗ്യത്തിനും വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹ്യ സാമ്പത്തിക മേഖലകൾക്കുമെല്ലാം വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യത്തെയാണ് വിപത്തെന്ന് നമ്മൾ പൊതുവായി പറയുന്നത്. ജനങ്ങൾക്ക് തങ്ങളുടെ കഴിവുകളും ലഭ്യമായ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു വിപത്തിനെ നേരിടാൻ സാധിക്കാതെ വരികയും അതുവഴി സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും തൽഫലമായി തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ ക്ഷതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ ഒരു സ്ഥിതി വിശേഷമാണ് ദുരന്തം. ദുരന്തത്തിന് ഒരു പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു ഭൗതിക പ്രക്രിയയാണ് വിപത്ത്. ഉദാഹരണമായി, ജനവാസം തീരെയില്ലാത്ത ഒരു മരുഭൂമിയിൽ ഉണ്ടാകുന്ന അതിശക്തമായ ഒരു ഭൂകമ്പം പോലും ദുരന്തമായി പരിണമിക്കുകയില്ല. മാനുഷിക പ്രവർത്തനത്താലോ പ്രകൃത്യാലോ വിപത്തുകൾ സംഭവിക്കാം. ഏതൊരു വിപത്തിനെയും ഒരു ജനതയ്ക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊരു ദുരന്തമായി പരിണമിക്കാം. ഒരു വിപത്ത് എപ്പോഴാണ് ഒരു ദുരന്തമായി പരിണമിക്കുന്നത്? അത് ഫലപ്രദമായി നേരിടാൻ ഒരു ജനതയ്ക്ക് സാധിക്കുന്നില്ല എങ്കിലാണ് ആ വിപത്ത് എന്തായി മാറുന്നത്? ദുരന്തമായി മാറുന്നത്. ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത ദുരന്തം മൂലം പ്രതീക്ഷിക്കാവുന്ന നാശനഷ്ടങ്ങളുടെ അളവാണ് നഷ്ടസാധ്യത അഥവാ റിസ്ക് എന്ന് പറയുന്നത്. എന്താണ് റിസ്ക് അഥവാ നഷ്ടസാധ്യത? ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത ദുരന്തം മൂലം പ്രതീക്ഷിക്കാവുന്ന നാശനഷ്ടങ്ങളുടെ അളവാണ് നഷ്ടസാധ്യത. അടുത്തത് ആഘാത സാധ്യത, വൾണറബിലിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്ത സ്ഥലത്തോ സമീപ പ്രദേശങ്ങളിലോ പ്രതീക്ഷിക്കാവുന്ന അപായങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും തോതാണ് ആഘാത സാധ്യത അഥവാ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു പ്രദേശത്ത്
ദുരന്തം സംഭവിക്കുന്നു. അവിടെ പ്രതീക്ഷിക്കാവുന്ന അപായങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും തോതിനെയാണ് നമ്മൾ ആഘാത സാധ്യത എന്ന് പറയുന്നത്. ഒരു ദുരന്തത്തെ നേരിടാനോ പ്രതിരോധിക്കാനോ ലഘൂകരിക്കാനോ തരണം ചെയ്യാനോ അതിജീവിക്കാനോ ഉള്ള ഒരു ജനതയുടെ കഴിവ്, വിഭവങ്ങൾ, മാർഗങ്ങൾ എന്നിവയാണ് കാര്യക്ഷമത അഥവാ കപ്പാസിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാനുള്ള ജനതയുടെ കഴിവിനെയാണ് കാര്യക്ഷമത എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഈ ടേംസ് ഒക്കെ നല്ലതുപോലെ പഠിച്ചു വെക്കണം. അടുത്ത് നമുക്ക് നോക്കാം. ഭൗമോപരിതലം നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ ഉള്ളിലും ഉപരിതലത്തിലുമായി നിരവധിയായ ചലനങ്ങളും പ്രക്രിയകളും നടക്കുന്നുണ്ട്. ഈ ചലനങ്ങളുടെയും പ്രക്രിയകളുടെയും ഫലമായാണ് ഭൗമോപരിതലത്തിലെ ഓരോ ഭൂരൂപവും രൂപം കൊള്ളുന്നത്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ, നദികൾ ഇവയൊക്കെയും രൂപം കൊണ്ടിട്ടുള്ളതും നിരന്തരമായി നടക്കുന്ന ഇത്തരം ഭൗമചലനങ്ങളുടെയും ഭൗമ പ്രക്രിയകളുടെയും ഫലമാണ്. അതായത് നമ്മുടെ ഭൗമ ഉപരിതലത്തിലുള്ള പർവ്വതങ്ങളാണെങ്കിലും പീഠഭൂമികളാണെങ്കിലും താഴ്വരകളാണെങ്കിലും നദികൾ ഇവയെല്ലാം രൂപം കൊണ്ടിരിക്കുന്നത് എന്താണ്? നിരന്തരമായി നടക്കുന്ന ഭൗമചലനങ്ങളുടെയും ഭൗമ പ്രക്രിയകളുടെയും ഫലമായിട്ടാണ്. ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾക്ക് നിദാനമായ ഈ ചലനങ്ങളെയാണ് നമ്മൾ ഭൗമചലനങ്ങളെന്ന് വിളിക്കുന്നത്. ഇനി ഭൗമചലനങ്ങളെ അവയ്ക്ക് കാരണമായ ബലങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കാം. അപ്പം ഭൗമചലനങ്ങളെ അവയ്ക്ക് കാരണമായ ബലങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൗമചലനങ്ങളെ അന്തർജന്യ ചലനങ്ങൾ എൻഡോജനിക് മൂവ്മെന്റ്സ്, ബാഹ്യജന്യ ചലനങ്ങൾ എക്സോജനിക് മൂവ്മെന്റ്സ് എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അന്തർജന്യ ചലനങ്ങൾ എന്താണെന്ന് നോക്കാം. ഭൂമിയുടെ അന്തർഭാഗത്ത് വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകളാണിവ. അപ്പം അന്തർജന്യ ചലനങ്ങൾ, ഈ മൂവ്മെന്റ്സ് എവിടെയാണ് നടക്കുന്നത്? ഭൂമിയുടെ അന്തർഭാഗത്താണ് നടക്കുന്നത്. ഇനി ഇതിന് കാരണമായ ബലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഭൂമിക്കുള്ളിലെ അണുപ്രസരണം, ആദിമ താപം, ഭൂമിയുടെ ഭ്രമണം, ഭൗമതാപ വ്യതിയാനം, സംവഹന പ്രവാഹം തുടങ്ങിയവയാണ് അന്തർജന്യ പ്രക്രിയകൾക്ക് കാരണമായിട്ടുള്ള ബലങ്ങൾ. ഇനി ബാഹ്യജന്യ ചലനങ്ങൾ എക്സോജനിക് മൂവ്മെന്റ്സ് എന്താണെന്ന് നോക്കാം. ഭൗമോപരിതലത്തിൽ വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകളാണിവ. ബാഹ്യജന്യ ചലനങ്ങൾ എവിടെയാണ്? ഭൂമിയുടെ ഉപരിതലത്തിലാണ്, വ്യത്യസ്ത തീവ്രതയിലാണത് പ്രവർത്തിക്കുന്നത്. ഇതിന് കാരണമായ ബലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൂമിയുടെ ചരിവ് അഥവാ ഭൂപ്രദേശങ്ങളുടെ ചരിവ്, ഭൂഗുരുത്വ ആകർഷണം, ഒരു വസ്തു മറ്റൊരു വസ്തുവിന്മേൽ ചെലുത്തുന്ന സമ്മർദ്ദം, താപവ്യതിയാനവും മറ്റും മൂലം തന്മാത്രകളുടെ സമ്മർദ്ദം, ഒഴുകുന്ന ജലം, ഹിമാനികൾ, കാറ്റ്, ഭൂഗർഭജലം, തിരമാല, വിവിധ രാസപ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് ബാഹ്യജന്യ പ്രവർത്തനങ്ങൾക്ക് കാരണമായി തീരുന്നത്. അപ്പം ഭൗമചലനങ്ങളെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയായിട്ടാണ്? അന്തർജന്യ ചലനങ്ങളെന്നും ബാഹ്യജന്യ ചലനങ്ങളെന്നും. ഓക്കെ ആണല്ലോ? അത് വൃത്തിയായി ക്ലിയറായി പഠിച്ചു വയ്ക്കുക. അടുത്തത് സംവഹന പ്രവാഹങ്ങളാണ്. കൺവെക്ഷൻ കറൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും താപം വർദ്ധിച്ചു വരുമെന്ന് നമുക്കറിയാം. അണുവികിരണ ശേഷിയുള്ള മൂലകങ്ങളുടെ സാന്നിധ്യം ഭൂമിയുടെ മാന്റിലിൽ താപവ്യതിയാനം ഉണ്ടാക്കുന്നു. ഈ താപവ്യതിയാനം മൂലം മാഗ്മ തിളച്ച് ഭൂവൽക്ക ഭാഗത്തേക്ക് ഉയരുന്നു. ഭൂവൽക്ക ഭാഗത്തോട് അടങ്ങുന്ന മാഗ്മ തണുക്കുകയും താഴുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇതിപ്പോൾ ഭൂവൽക്കമാണെങ്കിൽ മാഗ്മ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ
താപവ്യതിയാനം മൂലം ആ മാഗ്മ എന്ത് ചെയ്യുന്നുണ്ട്? തിളയ്ക്കുന്നുണ്ട്. തിളച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂവൽക്ക ഭാഗത്തോട് അടുക്കുകയും അവിടെ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ മാഗ്മ തണുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? തണുക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? അത് താഴുവാണ് ചെയ്യുന്നത്. തണുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് താഴും. വീണ്ടും മാഗ്മ എന്ത് ചെയ്യുന്നുണ്ട്? ചൂടായി ഭൂവൽക്ക ഭാഗത്തേക്ക് ഉയരുന്നു. തണുത്തിട്ട് താഴേക്ക് വരും. വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ചൂട് പിടിച്ച് വീണ്ടും ഉയരും. അപ്പൊ ഇങ്ങനെ 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 എന്ത് സംഭവിക്കുന്നുണ്ട്? ചാക്രിയമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഭൂമിയുടെ അന്തർഭാഗത്ത്. ഓക്കെ, ഇനി ബാക്കി നോക്കാം. മാന്റിലിൽ താപവ്യതിയാനം മൂലം മാഗ്മ ചാക്രിയമായി ചലിക്കുന്ന പ്രക്രിയയാണ് സംവഹന പ്രവാഹം. ഇങ്ങനെ ചാക്രിയമായിട്ട് മാഗ്മ ചൂടുപിടിക്കുന്നു, ഉയർന്നു പൊങ്ങുന്നു, തണുക്കുന്നു, വീണ്ടും താഴേക്ക് വരുന്നു. ഇങ്ങനെ ചാക്രിയമായി നടക്കുന്ന ഈ പ്രതിഭാസത്തെയാണ് എന്തെന്ന് പറയുന്നത്? സംവഹന പ്രവാഹം എന്ന് പറയുന്നത്. അതായത് അത് വേണ്ട നോക്കൂ, ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഏതാനും പേപ്പർ കഷ്ണങ്ങൾ ഇടുക. ബീക്കറിന്റെ അടിഭാഗത്തുള്ള ജലപാളി ചൂടായി മുകളിലേക്ക് വരുന്നതും മുകളിലെത്തി തണുത്ത് താഴേക്ക് പോകുന്നതും ബീക്കറിൽ നിക്ഷേപിച്ച പേപ്പർ കഷ്ണങ്ങളുടെ ചലനത്തിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ രീതിയിലാണ് ഭൂമിയുടെ മാന്റിലിൽ താപവ്യതിയാനം മൂലം മാഗ്മ ചലിക്കുന്നത്. അപ്പൊ ഈ കൺവെക്ഷൻ കറൻസ്, സംവഹന പ്രവാഹങ്ങൾ എവിടെയാണുള്ളത് നടക്കുന്നത്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയുടെ മാന്റിലിലാണ് ഇത് നടക്കുന്നത്. എന്താണെന്ന് മനസ്സിലായല്ലോ? ഇനി നമുക്കടുത്ത് നോക്കാം. ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, പർവ്വത രൂപീകരണം, ഭൂഖണ്ഡ രൂപീകരണം, ഫലകചലനം എന്നിവയെല്ലാം അന്തർജന്യ ചലനങ്ങളുടെ ഫലമായി സംഭവിക്കുന്നതാണ്. ഇവയെ നമുക്ക് മന്ദചലനങ്ങളെന്നും ദ്രുതചലനങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. ഇനി ഭൂമിയിലെ അന്തർജന്യ ചലനങ്ങളെ, എൻഡോജനിക് മൂവ്മെന്റ്സിനെ വീണ്ടും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? മന്ദചലനങ്ങളെന്നും ദ്രുതചലനങ്ങളെന്നും രണ്ടായി തരംതിരിക്കുന്നു. ഡയസ്ട്രോഫിക് മൂവ്മെന്റ്സും സഡൻ മൂവ്മെന്റ്സും. മന്ദചലനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകളാണ്. അടുത്തത് പർവ്വത രൂപീകരണ പ്രക്രിയകൾ. ഇനി ദ്രുതചലനങ്ങളെ വീണ്ടും രണ്ടായി തിരിക്കുന്നുണ്ട്. ഭൂകമ്പങ്ങളെന്നും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഭൂവൽക്ക ഭാഗങ്ങളെ ചലിപ്പിക്കാനോ ഉയർത്തുവാനോ അല്ലെങ്കിൽ ഭൂവൽക്ക ഭാഗങ്ങളെ നിർമ്മിക്കുവാനോ കഴിയുന്ന അന്തർജന്യ പ്രക്രിയകളാണ് മന്ദചലനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മന്ദചലനങ്ങൾ? ഡയസ്ട്രോഫിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂഗൽഭ ഭാഗങ്ങളെ ചലിപ്പിക്കാനോ ഭൂവൽക്ക ഭാഗങ്ങളെ എന്ത് ചെയ്യുകയാണ്? ചലിപ്പിക്കുകയോ അല്ലെങ്കിൽ ഉയർത്തുവാനോ അല്ലെങ്കിൽ ഭൂവൽക്ക ഭാഗങ്ങളെ നിർമ്മിക്കുവാനോ കഴിയുന്ന അന്തർജന്യ പ്രക്രിയകളാണ് മന്ദചലനങ്ങൾ എന്ന് പറയുന്നത്. ഒരു വിശാല ഭൂവൽക്ക ഭാഗം ഉയർന്നു വരുന്നതിന് കാരണമാകുന്ന പ്രക്രിയകളാണ് ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ എന്ന് പറയുന്നത്. അതായത് ഒരു വിശാലമായ ഭൂവൽക്ക ഭാഗം ഉയർന്നു വരികയാണെങ്കിൽ അത് മന്ദചലനങ്ങൾക്ക് ഉദാഹരണമാണ്. കൂടാതെ അതെന്താണ്? ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ ആണ്. ഇവ ഭൗമോപരിതലത്തിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് മാത്രമേ കാരണമാകുന്നുള്ളൂ. അപ്പോൾ ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ എന്ന് പറയുന്നത് എന്താണ്? അത് ചെറിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് മാത്രമാണ് കാരണമാകുന്നുള്ളൂ. എന്നാൽ പർവ്വത രൂപീകരണ ചലനങ്ങളാണെങ്കിൽ ഭൂവൽക്കത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്കായിരിക്കും അത് കാരണമാകുന്നത്. അപ്പം ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകളാണെങ്കിൽ എന്താണ്? ചെറിയ തോതിലുള്ള മാറ്റങ്ങളാണ് നടക്കുന്നത്. എന്നാൽ പർവ്വത രൂപീകരണ പ്രക്രിയകളാണെങ്കിൽ അവിടെ വലിയ തോതിലുള്ള മാറ്റങ്ങളായിരിക്കും കാരണമാകുന്നത്. പർവ്വതങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ചലനങ്ങളാണ് പർവ്വത രൂപീകരണ ചലനങ്ങൾ എന്ന് പറയുന്നത്. അതായത് പർവ്വത രൂപീകരണത്തെ സഹായിക്കുന്ന ചലനങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? പർവ്വത രൂപീകരണ ചലനങ്ങളെന്ന് പറയുന്നു. ഭൂവൽക്ക ഭാഗങ്ങൾ മടങ്ങി ഉയർന്നാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഭൂവൽക്ക ഭാഗങ്ങൾ മടങ്ങി ഉയർന്നാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്താണ് ഖണ്ഡപർവ്വതങ്ങളെന്നും ഭ്രംശ താഴ്വരകളും നോക്കാം.
ഭ്രംശനം ഫോൾട്ട് എന്ന പ്രക്രിയയുടെ ഫലമായി ഒരു ഭൂവൽക്ക ഭാഗം ഉയർത്തപ്പെട്ട് രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് ഖണ്ഡപർവ്വതങ്ങളെന്ന് പറയുന്നത്. അതായത് ഫോൾട്ട് അഥവാ ഭ്രംശനം എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഒരു ഭൂവൽക്ക ഭാഗം ഉയർത്തപ്പെടുകയാണെങ്കിൽ ആ ഉയർത്തപ്പെട്ട പർവ്വതങ്ങളെ വിളിക്കുന്ന പേരാണ് ഖണ്ഡപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായി തന്നെ കൊള്ളുന്ന താഴ്വരകളുണ്ടല്ലോ, ആ താഴ്വരകളെ പറയുന്ന പേരാണ് ഭ്രംശ താഴ്വരകളെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് നമുക്ക് നോക്കാം. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഭൂകമ്പം എന്നിങ്ങനെയുള്ള ദ്രുതചലനങ്ങൾക്കും അന്തർജന്യ ബലങ്ങൾ കാരണമാകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി നോക്കിക്കേ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എങ്ങനെ വിനാശകാരികളായി തീരുന്നുവെന്ന് നമുക്ക് നോക്കാം. വളരെയധികം വിനാശകാരികളായിട്ടുള്ള ഒരു പ്രകൃതി പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത് അഗ്നിപർവ്വത പ്രവർത്തനങ്ങളെന്ന് നോക്കാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഭൂമിയുടെ ഏറ്റവും പുറം പാളിയായ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന് രൂപപ്പെടുന്ന ഭാഗമാണ് ശിലാമണ്ഡലം. ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയുടെ ഏറ്റവും പുറംപാളിയായ ഭൂവൽക്കവും ക്രസ്റ്റും അതുപോലെ മാന്റിലിന്റെ ഉപരിഭാഗവും അതായത് അപ്പർ മാന്റിലും ചേർന്ന് രൂപപ്പെടുന്ന ഭാഗമാണ് എന്ത് ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ശരാശരി 100 കിലോമീറ്റർ കനമുള്ളതും ഖരാവസ്ഥയിലുമുള്ള ഈ പാളിയുടെ തൊട്ടുതാഴെ ശിലകൾ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അസ്തനോസ്ഫിയർ എന്ന മേഖലയെ പറ്റി നമ്മൾക്ക് അറിയാം. അതായത് ഇതിന് തൊട്ടു താഴെയായിട്ട് ശരാശരി 100 കിലോമീറ്റർ കനമുള്ള ഖരാവസ്ഥയിലുമുള്ള ഈ പാളിക്ക് തൊട്ടു താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് ദ്രാവകാവസ്ഥയിൽ അസ്തനോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് ശിലാദ്രവം അഥവാ മാഗ്മ ശിലാമണ്ഡലത്തിലെ വിള്ളലുകളിലൂടെയും ദുർബല പ്രദേശങ്ങളിലൂടെയും ഭൗമോപരിതലത്തിലേക്ക് വമിക്കുന്നത്. അതായത് ഈ ഭാഗത്ത് നിന്നാണ്, ഈ അസ്തനോസ്ഫിയറിന്റെ ഭാഗത്ത് നിന്നാണ് ശിലാദ്രവം എന്ത് ചെയ്യുന്നത് മാഗ്മ അല്ലെങ്കിൽ ശിലാദ്രവം അഥവാ മാഗ്മ ശിലാമണ്ഡലത്തിലെ വിള്ളലുകളിലൂടെ എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് വമിക്കുന്നത്. അങ്ങനെയാണ്. ഇനി ശിലാദ്രവത്തോടൊപ്പം എന്താണ് വാതകങ്ങൾ, ചാരം, ശിലാഖണ്ഡങ്ങൾ, പൊടിപടലങ്ങൾ, നീരാവി തുടങ്ങിയവ ഭൗമോപരിതലത്തിലേക്ക് പുറന്തള്ളുന്ന ഇത്തരം മാർഗങ്ങളാണ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഭൂമിക്കുള്ളിലുള്ള ഈ ഭൗമ അന്തർഭാഗത്തു നിന്നും ശിലാദ്രവത്തോടൊപ്പം തന്നെ എന്താണ് വാതകങ്ങളും ചാരവും പൊടിപടലം, നീരാവി ഇവയെല്ലാം പുറന്തള്ളപ്പെടുന്നത് ഏത് മാർഗത്തിലൂടെയാണ് അഗ്നിപർവ്വതത്തിലൂടെയാണ് ഇതിനെയെല്ലാം പുറന്തള്ളപ്പെടുന്നത്. ഇങ്ങനെ പുറംതള്ളുന്ന വസ്തുക്കളെയാണ് അഗ്നിപർവ്വത വസ്തുക്കളെന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ? അടുത്ത് നോക്കാം. ഉപരിമാന്റിലിൽ സ്ഥിതി ചെയ്യുന്ന ശിലാദ്രവത്തെ മാഗ്മ എന്ന് വിളിക്കുന്നു. മാഗ്മ എന്ന് വിളിക്കുന്ന എന്തിനെയാണ്? ഉപരിമാന്റിലിൽ സ്ഥിതി ചെയ്യുന്ന ശിലാദ്രവത്തെയാണ് മാഗ്മ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നതോടെ, അത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നതോടെ ഇവ എന്തായി മാറും? ലാവ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഒരു അഗ്നിപർവ്വതത്തിന്റെ ഘടന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗമാണ് മാഗ്മ ചേംബർ. ഇത് സില്ലാണ്. ഇതെന്താണ്? ലാക്കോലിത്ത്. ഇനി ലാവ ഒഴുക്കാണ് ഈ കാണുന്നത്. ചാര അടരുകളാണിത്. പിന്നെ അഗ്നിപർവ്വത നാളി, ക്രേറ്റർ, ചാരമടങ്ങിയ പുക. ഇത്രയാണ് അഗ്നിപർവ്വതത്തിന്റെ ഘടനയിൽ ഉൾപ്പെടുന്നത്. ഇനി അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. വോൾക്കാനിസം നോക്കാം. മാഗ്മയുടെ രൂപീകരണം, മാഗ്മയുടെയും മറ്റ് അഗ്നിപർവ്വത വസ്തുക്കളുടെയും ഭൗമോപരിതലത്തിലേക്കുള്ള ചലനം, ശിലാമണ്ഡലത്തിലെ സുഷിരങ്ങളിലൂടെയും വിള്ളലുകളിലൂടെയുമുള്ള അവയുടെ പുറംതള്ളൽ, തൽഫലമായി ഉണ്ടാകുന്ന സ്ഫോടനം, ലാവാപ്രവാഹം, മാഗ്മയുടെ ഖരീകരണം, വിവിധ ആഗ്നേയ ഭൂരൂപങ്ങളുടെ രൂപീകരണം തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും പൊതുവായി നമ്മൾ
അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായി ഭൗമ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന ശിലാദ്രവം ഭൗമ ഉപരിതലത്തിൽ വിവിധ നിർമ്മിതികൾ രൂപപ്പെടുത്തുന്നു. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായി ഭൗമ ഉപരിതലത്തിലേക്ക് എത്തിച്ചേരുന്ന ശിലാദ്രവം ഭൗമ ഉപരിതലത്തിൽ വിവിധ നിർമ്മിതികൾ എന്ത് ചെയ്യുന്നുണ്ട്, രൂപപ്പെടുത്തുന്നുണ്ട്. ഇവയെയാണ് അഗ്നിപർവ്വതങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. വലിപ്പത്തിലും ആകൃതിയിലും ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വലിപ്പത്തിലും ആകൃതിയിലും ഇവരെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ സ്വഭാവത്തെയും അവ ഭൗമോപരിതലത്തിൽ രൂപപ്പെടുത്തുന്ന നിർമ്മിതികളുടെയും അടിസ്ഥാനത്തിൽ അഗ്നിപർവ്വതങ്ങളെ ഷീൽഡ് പർവ്വതങ്ങളും കോമ്പാക്റ്റ് അഗ്നിപർവ്വതങ്ങളെന്നും കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങളെന്നും കാൽഡറ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. എത്രയൊക്കെയായിട്ടാണ് അഗ്നിപർവ്വതങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്? ഷീൽഡ് അഗ്നിപർവ്വതങ്ങളെന്നും കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങളെന്നും കാൽഡറ അഗ്നിപർവ്വതങ്ങളെന്നും അഥവാ കാൽഡറെ എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഭൗമോപരിതലത്തിൽ ലാവ പരന്നൊഴുകി അതിവിശാലമായ ബസാൾട്ട് പ്രളയ സമതലങ്ങളും രൂപപ്പെടാറുണ്ട്. ഇനി പരന്നൊഴുകുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് എന്താണ്? ബസാൾട്ട് പ്രളയ സമതലങ്ങളാണ് രൂപം കൊള്ളുന്നത്. ഇന്ത്യയിലെ ഡക്കാൻ പ്രവിശ്യ ഇത്തരത്തിൽ രൂപപ്പെട്ട ഒന്നാണ്. ഇങ്ങനെ ഉണ്ടായതാണ് ഡക്കാൻ പ്രവിശ്യ. എങ്ങനെ ഉണ്ടായതാണ്? ഒരു ബസാൾട്ട് പ്രളയ സമതലമാണ്. ഇനി കരയിലും കടലിന്റെ അടിത്തട്ടിലുമായി ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങൾ ഭൂമിയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ കരയിലും കടലിലുമായിട്ട് ഏകദേശം ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങളാണ് ഭൂമിയിൽ കാണപ്പെടുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അഗ്നിപർവ്വതങ്ങളും മനുഷ്യജീവിതവുമാണ്. ജനവാസ മേഖലയോടടുത്തുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പലപ്പോഴും ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങളും ജനജീവിതവും താറുമാറാക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ തുടർന്നുണ്ടാകുന്ന ലാവാപ്രളയം ഭൂപ്രകൃതി, ആവാസയിടങ്ങൾ എന്നിവയെ സാരമായി ബാധിക്കുന്നു. വീടുകൾ നശിക്കുകയും അനേകം പേരെ ഭൂരഹിതരും തൊഴിൽ രഹിതരുമാക്കുകയും ചെയ്യുന്നുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനം അളവറ്റ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് നമുക്കറിയാം. 1883 ക്രാക്കതോവ അഗ്നിപർവ്വത സ്ഫോടന ഫലമായി 36,000-ഓളം പേർക്ക് ജീവാപായം നേരിട്ടു. ജീവാപായം അഥവാ ജീവന് പ്രശ്നം നേരിട്ടു. ഇന്തോനേഷ്യയിലെ ജാവയ്ക്കും സുമാത്രയ്ക്കും ഇടയിലുള്ള ക്രാക്കതോവ ദ്വീപിന്റെ ഭൂരിഭാഗം പ്രദേശവും അതിലുള്ള അഗ്നിപർവ്വതത്തിന്റെ സ്ഫോടനത്തെ തുടർന്ന് കടലിനടിയിലേക്ക് ആണ്ടുപോകുകയുണ്ടായി. ഇത് 1883 നടന്ന ഒരു അഗ്നിപർവ്വത സ്ഫോടനമാണ്. അതെവിടെയാണ് നടക്കുന്നത്? അതായത് ഇന്തോനേഷ്യയിലെ ജാവയ്ക്കും സുമാത്രയ്ക്കും ഇടയിലുള്ള ക്രാക്കതോവ എന്ന് പറയുന്ന ദ്വീപിലാണ് നടന്നത്. ആ ദ്വീപ് പോയി കടലിലേക്ക് ആണ്ടുപോവുകയാണ് ചെയ്തത്. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുള്ള ദുരന്തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ചെറുതും വലുതുമായ ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്താനാകും. എങ്ങനെ ഇത്തരം ഭൗമ പ്രതിസന്ധികളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് മനുഷ്യന് ഉണ്ടായേക്കാവുന്ന ദുരന്തത്തിന്റെ തീവ്രതയും വ്യാപ്തിയും ലഘൂകരിക്കാനാകും എന്ന് നമുക്ക് നോക്കാം. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നമുക്ക് തടയാനാവില്ല. എന്നാൽ ശാസ്ത്രീയമായ രീതികളും മുൻകരുതലുകളും ആഘാതത്തിന്റെ തീവ്രത കുറയ്ക്കും. അഗ്നിപർവ്വതങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വീട് നിർമ്മാണം, വിനോദസഞ്ചാരം എന്നിവ ഒഴിവാക്കുക. ഇമ്പോർട്ടൻ്റ് ആണത്. ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരം മേഖലകൾ നിരന്തരം നിരീക്ഷിച്ചും മുന്നറിയിപ്പുകൾ നൽകിയും അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുള്ള ലാവ ഒഴുക്ക്, ചെളിയൊഴുക്ക്, ചാരം എന്നിവയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലമുള്ള ദുരന്തങ്ങളെ ഒരു പരിധിവരെ ലഘൂകരിക്കാനാകുമെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് പലതരം അഗ്നിപർവ്വതങ്ങളാണ്. മൗണ്ട് വെസൂവിയസും ക്രാക്കതോവ നമ്മൾ പറഞ്ഞില്ലേ ഇന്തോനേഷ്യയിലെയാണിത്. ഇനി മൗണ്ട് സെന്റ്
ഹെലൻസ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ 3 എന്താണ്, അഗ്നിപർവ്വതങ്ങളാണ്. അഗ്നിപർവ്വതത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ലാവ ഭൗമോപരിതലത്തിലൂടെ വലിയ നദി പോലെ ഒഴുകുന്നു. ഒഴുകുന്ന പാതയിലെ സർവ്വ വസ്തുക്കളെയും ലാവ കത്തിച്ച് ചാമ്പലാക്കുന്നു. ഒപ്പം കറുത്ത പാളി പോലെ അവ അവശേഷിക്കുകയും ചെയ്യും. ഒഴുകുന്ന വഴിയിലെ സർവ്വ വസ്തുക്കളെയും അത് മൂടുകയും ചെയ്യുന്നു. അഗ്നിപർവ്വതങ്ങൾ അപകടകാരികളാണെങ്കിലും അഗ്നിപർവ്വത മേഖലകളിൽ ആളുകൾ താമസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവിടെ അപകടം നിറഞ്ഞതാണെങ്കിലും അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള ചാരം, ലാവ, തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ, പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണ് എന്നിവ ഏറെ ഫലഭൂയിഷ്ഠയുള്ളതാണ്. കൃഷിക്ക് അനുയോജ്യമായ ഇത്തരം പ്രദേശങ്ങൾ ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. കാരണം അത് കൃഷിക്ക് അനുയോജ്യമായതുകൊണ്ട് തന്നെ. ഇനി അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മനുഷ്യന് മറ്റേതെല്ലാം വിധത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന ഭൗമതാപോർജം ചിലയിടങ്ങളിൽ അതെന്താക്കി മാറ്റും, വൈദ്യുതോർജമാക്കി മാറ്റി പ്രാദേശിക ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നുണ്ട്. അതെന്താണ്, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മനുഷ്യന് ഉദാഹരണമാണത്. മനുഷ്യന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രയോജനപ്പെടുത്തുന്നതിന് ഒരു ഉദാഹരണമാണ്. ലാവ ധാതു സമ്പന്നമാണ്. ലാവ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ധാതുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ലാവ ധാതു സമ്പന്നമാണ്. മൂല്യമുള്ള പല ധാതുക്കളും ലാവയുടെ ഒഴുക്കിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പം അത് നമുക്ക് എന്താണ്, മൂല്യമുള്ള കുറേ അധികം ധാതുക്കളെയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ പുറത്തേക്ക് ലഭിക്കുന്നുണ്ട്. അഗ്നിപർവ്വത മേഖലകൾ ധാരാളം സഞ്ചാരികളെ എന്ത് ചെയ്യുന്നുണ്ട്, ആകർഷിക്കാറുണ്ട്. ഇതൊക്കെയാണ് എന്ത്, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ കൊണ്ട് മനുഷ്യന് പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിൽ നടക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഭൂമിയുടെ പുറം പാളിയായ ശിലാമണ്ഡലം അഥവാ ലിതോസ്ഫിയർ ഫലകങ്ങളായി വിഭജിച്ച് കിടക്കുകയാണെന്ന് നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ശിലാമണ്ഡലം എന്ത് ചെയ്യുന്നുണ്ട്, പുറം പാളിയായ ശിലാമണ്ഡലം അഥവാ ലിതോസ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്, പല പല ഫലകങ്ങളായി വിഭജിച്ച് കിടക്കുന്ന കാര്യം നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ശിലാഫലകങ്ങൾ അവയ്ക്ക് താഴെയുള്ള അസ്തനോസ്ഫിയറിന് മുകളിലൂടെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാ നമ്മുടെ എന്താണ്, ഈ ശിലാമണ്ഡല ഫലകങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ശിലാമണ്ഡല ഫലകങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവയ്ക്ക് താഴെ എന്തുണ്ട്, നമ്മുടെ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, തെന്നി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നീങ്ങുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഫലകങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഘർഷണം, ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ ഫലകങ്ങൾക്കിടയിൽ ഘർഷണമാണ് ഭൂകമ്പങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കാരണമാകുന്നത്. രണ്ട് ഫലകങ്ങൾക്കിടയിൽ ചലനം ഉണ്ടാകുമ്പോൾ അവയുടെ അതിരുകളിൽ ഘർഷണം രൂപപ്പെടുന്നു. ഈ ഘർഷണം ഒരു തലത്തിൽ ഫലകങ്ങളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഘർഷണം എന്ത് ചെയ്യുന്നുണ്ട്, ഫലകങ്ങളുടെ ചലനത്തെ എന്ത് ചെയ്യാണ്, തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഫലക അതിരുകളിൽ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ഫലക അതിരുകളിൽ ഉയർന്ന സമ്മർദ്ദം സൃഷ്ടിക്കുകയും വലിയ തോതിൽ ഊർജം സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. ഫലകങ്ങളുടെ ചലിക്കുവാനുള്ള സമ്മർദ്ദം ഫലക അതിരുകളിലെ ഘർഷണത്തെ അതിജീവിക്കുമ്പോൾ ഫലക അതിരുകളിൽ പൊടുന്നനെയുള്ള ചലനം അഥവാ ഭ്രംശം ഉണ്ടാകുന്നുണ്ട്. ഇത് പെട്ടെന്ന് റിലീസാകുന്ന സമയത്താണ് ഈ സമ്മർദ്ദം കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ ഉയർന്ന സമ്മർദ്ദം എന്ത് ചെയ്യുന്നുണ്ട്, വലിയ തോതിലുള്ള ഊർജം സംഭരിക്കപ്പെടുന്നുണ്ട്. ഈ ഊർജം റിലീസാകുന്നതോടുകൂടിയാണ് എന്ത് സംഭവിക്കുന്നത്, വലിയ രീതിയിലുള്ള ഭ്രംശം ഉണ്ടാകുന്നത്, ചലനം ഉണ്ടാകുന്നത്. തുടർന്ന് ഫലക അതിരുകളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഊർജം പെടുന്നനെ എന്ത് സംഭവിക്കുന്നു, സ്വതന്ത്രമാക്കപ്പെടുന്നു. ഇത് എങ്ങനെയാണ് ആ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്നത്, എങ്ങനെയാണ്, തരംഗ രൂപേണയാണ്. ഭൂമിക്കുള്ളിലൂടെ സഞ്ചരിച്ച ഭൗമോപരിതലത്തിലെത്തുന്നു. ഇത് ആ തരംഗ രൂപമായിട്ട് ഭൂമിക്കുള്ളിലൂടെ സഞ്ചരിച്ചാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് എത്തുന്നത്. ഈ ഭൂകമ്പ തരംഗങ്ങളാണ് ഭൗമോപരിതലത്തിൽ ചലനങ്ങൾ അനുഭവപ്പെടുത്തുന്നത്. അതായത് ഈ വരുന്ന ഈ വേവ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഭൂമിക്ക് മുകളിലുള്ള അല്ലെങ്കിൽ ഭൂമിയുടെ
ഫലകങ്ങളിൽ എന്തുണ്ടാക്കുന്നത്, ചലനം അനുഭവപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളെക്കുറിച്ചാണ്. രണ്ടാമത് നമ്മൾ പറയുന്നത് എന്താണ്, ഭൂചലനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഭൂകമ്പ തരംഗങ്ങളാണ് നമുക്ക് നോക്കാം. ഭൂകമ്പ വേളയിൽ 3 തരം തരംഗങ്ങളാണുള്ളത്. പ്രഭവ കേന്ദ്രത്തിൽ നിന്നും, പ്രഭവ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഇത് ഉത്ഭവിക്കുന്ന ഈ ഭൂകമ്പത്തിന്റെ തരംഗങ്ങൾ ഉത്ഭവിക്കുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്, അഥവാ ഫോക്കസ് എന്ന് പറയുന്നത്. പ്രാഥമിക തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ, പ്രതല തരംഗങ്ങൾ എന്നിവയാണവ. അപ്പം ഭൂകമ്പ തരംഗങ്ങൾ 3 തരമുണ്ട്. പ്രാഥമിക തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ, പിന്നെന്താണ് പ്രതല തരംഗങ്ങൾ, സർഫസ് വേവ്സ് എന്നിവയാണവ. ഇതിൽ പ്രതല തരംഗങ്ങളാണ് ഏറ്റവും വിനാശകാരികൾ. ഇതിൽ ഏതാണ്, സർഫസ് വേവ്സ് ആണ് ഏറ്റവും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിനാശകാരികളായിട്ടുള്ള വേവ്സ്. ഇത്തരം ഭൂകമ്പങ്ങൾ ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതായത് എന്താണ് ടെക്ടോണിക് ഭൂകമ്പം, എന്താണ് ഭൂകമ്പ തരംഗങ്ങൾ, അതായത് ഭൗമ ഉപരിതലത്തിൽ ഭൂചലനങ്ങൾ അനുഭവപ്പെടുത്തുന്ന അത്തരത്തിലുള്ള ഭൂകമ്പങ്ങളെയാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന കേന്ദ്രത്തെ പ്രഭവ കേന്ദ്രം അഥവാ ഫോക്കസ് എന്ന്, ഫോക്കസിനോട് ഏറ്റവും അടുത്തുള്ള ഭൗമ ഉപരിതല കേന്ദ്രത്തെ അതികേന്ദ്രം അഥവാ എപ്പി സെന്റർ എന്നും അറിയപ്പെടുന്നു. അതായത് എന്താണ്, കേന്ദ്രഭാഗത്ത് ഊർജം സ്വതന്ത്രമാകപ്പെടുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ കേന്ദ്രത്തെയാണ് ഫോക്കസ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഫോക്കസിനോട് അടുത്തുള്ള ഭൗമോപരിതല കേന്ദ്രത്തെയാണ് അതികേന്ദ്രം അഥവാ എപ്പി സെന്റർ എന്ന് പറയുന്നത്. ഫോക്കസിന് മുകളിലുള്ള ഈ ഭൗമോപരിതല കേന്ദ്രത്തിലാണ് ഭൂകമ്പ തരംഗങ്ങൾ എന്ത് ചെയ്യുന്നത്, ആദ്യമെത്തുന്നത്. ഭൂകമ്പ തരംഗങ്ങൾ ആദ്യമെത്തുന്നത് എവിടെയാണ്, ഫോക്കസിന് മുകളിലുള്ള ഭൗമ ഉപരിതല കേന്ദ്രത്തിലാണ് ഭൂകമ്പ തരംഗങ്ങൾ ആദ്യമെത്തുന്നത്. ഫോക്കസ് എന്താണെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്, ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന കേന്ദ്രഭാഗത്തെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി ഫോക്കസിനോട് ഏറ്റവും അടുത്തുള്ള ഭൗമോപരിതല കേന്ദ്രത്തെയാണ് നമ്മൾ അതികേന്ദ്രം അഥവാ എപ്പി സെന്റർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, അത് രണ്ടും നല്ല രീതിയിൽ വായിച്ചു വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. ഫലകങ്ങളുടെ ചലനത്തിലൂടെ മാത്രമല്ല ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഫലകങ്ങളുടെ ചലനം കൊണ്ട് മാത്രമല്ല ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലവും തീവ്ര ഖനന മേഖലകളിൽ ഖനികളുടെ മേൽത്തട്ട് ഇടിഞ്ഞു വീണും വൻ സ്ഫോടനങ്ങൾ മൂലവുമൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടായേക്കാം. വലിയ ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിൽ മിക്കപ്പോഴും ജലം തടശിലകൾക്കുമേൽ ചെലുത്തുന്ന സമ്മർദ്ദം മൂലം തടശിലകൾ ഞെരിഞ്ഞമർന്ന് ചെറു ഭൂകമ്പങ്ങൾക്ക് കാരണമായേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം ഫലകചലനം മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും എന്തിനുണ്ട്, ഈ പറയുന്ന ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത്, ഭൂകമ്പങ്ങളുടെ തീവ്രത മാഗ്നിറ്റ്യൂഡ് അളക്കാനായി 1935 ചാൾസ് എഫ് റിക്ടർ വികസിപ്പിച്ചെടുത്ത മാനകമാണ് റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത്. വർഷം പഠിച്ചു വയ്ക്കുക, 1935 ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സീസ്മോഗ്രാഫ്. ഇങ്ങനെ രേഖപ്പെടുത്തിയ തരംഗങ്ങളുടെ ആയാമം അഥവാ ആംപ്ലിറ്റ്യൂഡ് കണക്കാക്കിയാണ് തീവ്രത മാഗ്നിറ്റ്യൂഡ് കണക്കാക്കുന്നത്. സാധാരണയായി പ്രാദേശിക തലത്തിൽ രേഖപ്പെടുത്തിയ ചെറിയ ഭൂചലനങ്ങളാണ് റിക്ടർ സ്കെയിലിൽ കണക്കാക്കാറുള്ളത്. അപ്പോൾ പ്രാദേശികമായി രേഖപ്പെടുത്തിയ ചെറിയ ഭൂചലനങ്ങളാണ് റിക്ടർ സ്കെയിലിൽ നമ്മൾ കണക്കാക്കാറുള്ളത്. വലിയ ഭൂചലനങ്ങൾ കൂടുതൽ കൃത്യതയാർന്ന മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് എന്ന മാനകത്തിലാണ് രേഖപ്പെടുത്താറുള്ളത്. അപ്പം വലിയ ഭൂചലനങ്ങൾ നമ്മൾ ഏത് മാനകത്തിലാണ് രേഖപ്പെടുത്താറുള്ളത്, മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് എന്ന മാനകത്തിലാണ് രേഖപ്പെടുത്താറുള്ളത്. ഭൂകമ്പത്തെ തുടർന്ന് പ്രഭവ കേന്ദ്രത്തിൽ
ഭൂകമ്പ തരംഗങ്ങൾ നാനാദിശയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തിലുള്ള ചില പ്രദേശങ്ങളിൽ ഭൂകമ്പ തരംഗങ്ങൾ എത്താറില്ല. ചില പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്തില്ല, നമ്മുടെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പല ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാം, ഇതിന് കടക്കാം. പക്ഷേ ചില ഭാഗത്തേക്ക് എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന തരംഗങ്ങൾ സഞ്ചരിക്കില്ല. ഇത്തരം പ്രദേശങ്ങളെയാണ് ഭൂകാമ്പിൻ്റെ നിഴൽ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പം ഈ പ്രദേശങ്ങളെ എന്താണ്, ഭൂകാമ്പിൻ്റെ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ സീസ്മോഗ്രാഫ് നൽകിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇടുക്കി ജില്ലയിൽ പലപ്പോഴായി രേഖപ്പെടുത്തുന്ന ചെറു ഭൂകമ്പങ്ങൾ എങ്ങനെയാണ്, ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജലസംഭരണികളിൽ എന്താണ്, തടശിലകൾക്ക് മേൽ എന്തുണ്ടാവുന്നുണ്ട്, സമ്മർദ്ദം മൂലമാണ് ചില ഇടുക്കിയിൽ അത് നടക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് 2023 ഫെബ്രുവരി 6 തുർക്കിയിലും സമീപ പ്രദേശങ്ങളിലുമായി ഉണ്ടായ തീവ്ര ഭൂകമ്പത്തെക്കുറിച്ചുള്ള കുറച്ച് പത്രവാർത്തകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഭൂചലനങ്ങൾ കൃത്യതയോടെ പ്രവചിച്ച് ദുരന്തങ്ങൾ ഒഴിവാക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ്. എന്നാൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ, ബോധവൽക്കരണം എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് ഭൂകമ്പം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ തീവ്രത ലഘൂകരിക്കാനായിട്ട് സാധിക്കും. ഇനി ഇന്ത്യയിലെ പ്രധാന ഭൂകമ്പ മേഖലകൾ സൂചിപ്പിച്ചിട്ടുള്ള ഭൂപടമൊക്കെ വിശകലനം ചെയ്ത് എഴുതാനാണ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്കുള്ളത് എന്താണ്, 2004 ഡിസംബർ 26 നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ എന്താണ്, സുനാമി. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, സുനാമിയാണ്. നമുക്ക് നോക്കാം, സുനാമിയിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം അല്ലേ. അതിനു മുമ്പായിട്ട് എന്താണ് സുനാമി എന്ന് നമുക്ക് നോക്കാം. കടലിനടിയിൽ ഉണ്ടാകുന്ന വൻ ഭൂകമ്പം അനേകം മീറ്ററുകൾ ഉയർന്നു പൊങ്ങുന്ന ഭീമൻ തിരമാലകൾ സൃഷ്ടിക്കുന്നു. ഇത്തരം തിരമാലകളെയാണ് എന്തെന്ന് പറയുന്നത്, സുനാമികളെന്ന് പറയുന്നത്. ഇനി ഈ സുനാമികൾ ഉണ്ടാവുമ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം, സമുദ്രനിരപ്പ് പെട്ടെന്ന് നിരവധി മീറ്ററുകളോളം താഴുകയാണെങ്കിൽ അതൊരു സുനാമി മുന്നറിയിപ്പായി കരുതി ഉടൻ തന്നെ തീരം വിട്ട് വളരെ അകലെയുള്ള ഉയർന്ന പ്രദേശത്തേക്ക് ഓടി മാറുക ഒന്നാമതായിട്ട് രക്ഷ നേടാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. സുനാമിയിൽ പെട്ടുപോയാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും വസ്തുവിൽ പിടിമുറുക്കി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സുനാമിയിൽ നിന്നും രക്ഷ നേടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാമോ സുമാത്രയിലെ ആച്ചോ പ്രവിശ്യയ്ക്ക് തെക്ക് പടിഞ്ഞാറ് മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 9.1 തീവ്രതയിൽ ഉണ്ടായ ശക്തമായ ഭൂകമ്പമാണ് 2004 ഡിസംബർ 26 കേരളത്തിൻ്റേത് ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ നാശം വിതച്ച സുനാമിക്ക് കാരണമായത്. നമ്മുടെ ഈ 2004 ഉണ്ടായ സുനാമിക്ക് കാരണമായത് എന്താണ്, സുമാത്രയിലെ ആച്ചോ പ്രവിശ്യയുടെ തെക്ക് പടിഞ്ഞാറ് മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 9.1 ശക്തമായ ഭൂകമ്പമാണ്, തീവ്രതയിൽ ഉണ്ടായ ഭൂകമ്പമാണ് കേരളത്തിലും അന്ന് എന്ത് ചെയ്തത്, സുനാമി ആയിട്ട് തീരങ്ങളിൽ നാശം വിതച്ചത്. ഓക്കെ, അടുത്തത് നമുക്ക് എന്താ നോക്കാം. വിവിധ അന്തർജന്യ ചലനങ്ങളെ പറ്റിയും അവ ഉണ്ടാക്കുന്ന ദുരന്തങ്ങളെ പറ്റിയും നമുക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. ഇനി നവീന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇപ്പോൾ സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ ഉപഗ്രഹ വാർത്താവിനിമയ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ഡാർട്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണ് ഡാർട്ട് എന്നറിയപ്പെടുന്നത്, ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്ന സുനാമി മുന്നറിയിപ്പ് സംവിധാനം വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നമ്മളിപ്പം അന്തർജന്യ ചലനങ്ങൾ കാരണം ഉണ്ടാകുന്ന ഭൂമിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചത്. ഇനി അടുത്തത് നമുക്ക് എന്താണ്, ബാഹ്യജന്യ ചലനങ്ങൾ, എക്സോജനിക് മൂവ്മെന്റ്സ് വഴി ഉണ്ടാകുന്ന ചലനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്.
ഒന്നാമത്തത് എന്താണ്? അപക്ഷയം. 2 അപരദനം, വഹനം, നിക്ഷേപണം. അടുത്തത് എന്താണ്? ഭൂദ്രവ്യശോഷണം. ഈ 3 ബാഹ്യജന്യ ചലനങ്ങൾക്ക് ഉദാഹരണമായിട്ടുള്ളത്. അതിൽ അപക്ഷയം നോക്കാം. ഗുരുത്വാകർഷണ ബലം, താപവ്യതിയാനം, തന്മാത്രാ സമ്മർദ്ദം, രാസജൈവ പ്രവർത്തനങ്ങൾ ഇതെല്ലാം കാരണമാണ് എന്തുണ്ടാവുന്നത്? അപക്ഷയം സംഭവിക്കുന്നത്. അപരദനം, വഹനം, നിക്ഷേപണം. ഒഴുകുന്ന ജലം, ഹിമാനികൾ, കാറ്റ്, തിരമാല എന്നിവയുടെ ഗതികോർജം, ഭൂഗർഭ ജലത്തിന്റെ പ്രവർത്തനം ഇതെല്ലാമാണ് അപരദനവും വഹനവും നിക്ഷേപണവും സാധ്യമാക്കുന്നത്. ഇനി ഭൂദ്രവ്യ ശോഷണം, ഗുരുത്വാകർഷണ ബലമാണ് അവിടെയുള്ള ബലം, അതാണ്. ഇനി അപക്ഷയം നമുക്ക് നോക്കാം. ഭൂമിയിൽ വിവിധ തരം ശിലകൾ ഉണ്ടെന്ന് നമുക്ക് അറിയാം. അവ കാലാന്തരത്തിൽ പലവിധ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. ചില ബാഹ്യജന്യ പ്രക്രിയയുടെ ഫലമായി ശിലകൾ ഭൗതികമായും പൊട്ടിപ്പൊടിയുകയോ രാസപരമായി വിഘടിക്കുകയോ ചെയ്യുന്നു. ഇത്തരത്തിൽ ശിലകൾക്ക് രാസപരമായും ഭൗതികമായും മാറ്റങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയകളെയാണ് അപക്ഷയമെന്ന് വിളിക്കുന്നത്. ഇനി ഈ അപക്ഷയം തന്നെ 3 വിധമുണ്ട്. ഭൗതിക അപക്ഷയം, രാസീയ അപക്ഷയം, അടുത്തത് എന്താണ്? ജൈവിക അപക്ഷയം. അതിലെ ഭൗതിക അപക്ഷയം നമുക്ക് നോക്കാം. താപവ്യതിയാനം മൂലം ശിലാധാതുക്കൾ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. അപ്പൊ താപത്തിന്റെ വ്യതിയാനം കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ശിലയ്ക്കുള്ളിലുള്ള ധാതുക്കൾ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ഇത് ശിലകൾ പൊടിയുന്നതിന്, ഇങ്ങനെ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്ത് കാലക്രമേണ ഈ ശിലകൾ എന്ത് ചെയ്യും? പൊടിയുന്നതിന് കാരണമാകുന്നു. കൂടാതെ ശിലകളിലെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറഞ്ഞതുകൊണ്ട് വിള്ളലുകൾ വികസിക്കുകയും ക്രമേണ ഇത് ശിലകൾ പിളരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഈ വിള്ളലുകളിലെല്ലാം തന്നെ എന്തുണ്ടാകും? ജലം കയറി തണുത്തുറയും. അങ്ങനെ വീണ്ടും എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ അത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആ ശിലകൾ പിളരുന്നതിന് കാരണമാവുകയാണ് അത് ചെയ്യുന്നത്. ഇതാണ് ഭൗതിക അപക്ഷയം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് നടക്കുന്നത്? താപ വ്യതിയാനം മൂലമാണ് ഭൗതിക അപക്ഷയം നടക്കുന്നത്. അടുത്തത് രാസിക അപക്ഷയമാണ്. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയവ ശിലകളിലെ ധാതുക്കളുമായി എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകൾ രാസപരമായി വിഘടിക്കുന്നതിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. രാസപരമായി വിഘടിക്കുകയും ചെയ്യുന്നതിന് കാരണം എന്താണ്? ഓക്സിജനും കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയ ശിലകളിലെ ധാതുക്കളുമായിട്ട് ഇവ എന്ത് ചെയ്യുന്നുണ്ട്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെയാണ് രാസിക അപക്ഷയം സംഭവിക്കുന്നത്. അടുത്തതാണ് ജൈവിക അപക്ഷയം. സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആഴ്ന്നിറങ്ങുന്നു. ഈ വേരുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ശിലകളിലെ വിടവുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആഴ്ന്നിറങ്ങും. ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ സസ്യജന്തുക്കൾ അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ ശിലകളുടെ എന്ത് ചെയ്യുന്നുണ്ട്? ശിഥിലീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഇതൊക്കെയാണ് ജൈവ അപക്ഷയം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് എന്തെല്ലാം വിധത്തിലാണ് അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യന് പ്രയോജനകരമായി മാറുന്നത് എപ്പോഴൊക്കെയാന്ന് നമുക്ക് നോക്കാം. മനുഷ്യന് പ്രയോജനം ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? അപക്ഷയം മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നുണ്ട്. അപക്ഷയം എന്തിന് കാരണമാകുന്നുണ്ട്? പാറകൾ പൊടിഞ്ഞ് മണ്ണാകുന്നതിന് കാരണമാകുന്നുണ്ട്. ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു. ഇനി ശിലകളില് പലതരത്തിലുള്ള ധാതുക്കളുണ്ട്, അവയൊക്കെ വേർതിരിക്കപ്പെടുന്നുണ്ട്. ധാതു സമ്പുഷ്ടീകരണത്തിന് കാരണമാകുന്നു. ധാതുവിന്റെ സമ്പുഷ്ടീകരണം, ധാതുക്കൾ ഒരുപാട് ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട്. പിന്നെന്താണ്? ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. മൈനിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ അപക്ഷയം സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപരദനം, വഹനം, നിക്ഷേപണം. വിവിധ അപക്ഷയ പ്രക്രിയകൾ മൂലമോ മറ്റു പ്രവർത്തനങ്ങളാലോ രൂപം കൊണ്ട ശിലാവശിഷ്ടങ്ങളെ ഒഴുകുന്ന ജലം, ഹിമാനികൾ, കാറ്റ്, തിരമാല എന്നീ ശക്തികൾ ഒരിടത്തു നിന്നും ശേഖരിച്ച് അവിടെ നിന്നും നീക്കം ചെയ്ത് മറ്റൊരിടത്ത് നിക്ഷേപിക്കുന്നുവെന്ന്, അതിൻ്റെ ഫലമായി ഭൗമോപരിതലത്തിൽ ധാരാളം അപരദന ഭൂരൂപങ്ങളും നിക്ഷേപണ ഭൂരൂപങ്ങളും രൂപപ്പെടുന്നുവെന്ന് നമുക്കറിയാവുന്നതാണ് അല്ലേ? അതായത് അപക്ഷയ പ്രക്രിയകൾ കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? ശിലാവശിഷ്ടങ്ങൾ
ഒഴുകുന്ന ജലമോ ഹിമാനികളോ കാറ്റോ തിരമാലയോ ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒഴുക്കിക്കൊണ്ട് പോയിട്ട് അവിടെ നിക്ഷേപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഭൗമോപരിതലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അപരദന ഭൂരൂപങ്ങളും അതുപോലെ നിക്ഷേപണ ഭൂരൂപങ്ങളും രൂപപ്പെടുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് ഭൂദ്രവ്യ ശോഷണം എന്താണെന്ന് നോക്കാം. മാസ് വാസ്റ്റിംഗ് അപക്ഷയം, അപരദനം എന്നിവ കൂടാതെ ബാഹ്യജന്യ ബലങ്ങളും ഫലമായി ഭൗമോപരിതലത്തിൽ ഉണ്ടാകുന്ന ബാഹ്യജന്യ ചലനങ്ങളാണ് ഭൂദ്രവ്യ ശോഷണം. ഗുരുത്വാകർഷണ ബലത്തിന്റെ നേരിട്ടുള്ള സ്വാധീനം മൂലം ശിലാകഷ്ണങ്ങൾ അല്ലെങ്കിൽ ഭൗമവസ്തുക്കൾ ചരിവുള്ള ഭൂപ്രതലത്തിലൂടെ താഴേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് ഭൂദ്രവ്യ ശോഷണം. അപ്പൊ എന്താണ് ഭൂദ്രവ്യ ശോഷണം? ഗുരുത്വാകർഷണ ബലത്തിന്റെ നേരിട്ടുള്ള സ്വാധീനം മൂലം ശിലാകഷ്ണങ്ങൾ അല്ലെങ്കിൽ ഭൗമവസ്തുക്കൾ ചരിവുള്ള ഭൂപ്രതലത്തിലൂടെ താഴേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് ഭൂദ്രവ്യ ശോഷണം. അപ്പൊ ഇവിടെ മെയിൻ ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട്. ഏതാണ്? ഗുരുത്വാകർഷണ ബലത്തിന്റെ നേരിട്ടുള്ള സ്വാധീനം മൂലമാണിത് സംഭവിക്കുന്നത്. ഇവ വളരെ സാവധാനത്തിലുള്ളവയുമുണ്ട്, അതുപോലെ തന്നെ ദ്രുതഗതിയിലുള്ളവയുമുണ്ട്. നേരിയ പാളി മാത്രം താഴേക്ക് പതിക്കുന്ന ഭൂദ്രവ്യ ശോഷണം മുതൽ വലിയൊരളവിൽ ഭൗമവസ്തുക്കൾ താഴേക്ക് പതിക്കുന്ന ഭൂദ്രവ്യ ശോഷണം വരെ ഉണ്ടാകാറുണ്ട്. ചെറിയ പാളി മാത്രമായി പതിക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ എന്താണ്, വലിയൊരളവിൽ ഭൗമവസ്തുക്കൾ താഴേക്ക് പതിക്കുന്ന തരത്തിലുള്ള ഭൂദ്രവ്യ ശോഷണവും നമുക്ക് വരാറുണ്ട്. ഇങ്ങനെ 2024 ജൂലൈ 30 വയനാട് ജില്ലയിൽ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമായി മാറിയ ഉരുൾപൊട്ടലും ഇത്തരത്തിലൊരു ഭൂദ്രവ്യ ശോഷണമാണ്. അപ്പം 2024 ജൂലൈ 30 വയനാട്ടിൽ നടന്നത് എന്താണ്? ഒരു തരത്തിലൊരു ഭൂദ്രവ്യ ശോഷണമാണ്. ഇനി നമുക്ക് ഉരുൾപൊട്ടലിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് ഉള്ളത്. നമുക്ക് നോക്കാം, ഉരുൾപൊട്ടൽ എങ്ങനെ ഉരുൾപൊട്ടൽ എന്താണെന്നും അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഉരുൾപൊട്ടലുകൾ ഒരുതരം ഭൂദ്രവ്യ ശോഷണമാണ്. അപ്പം ഉരുൾപൊട്ടലുകൾ എന്ന് പറയുന്നത് എന്താണ്? ഒരുതരം ഭൂദ്രവ്യ ശോഷണമാണ്. ഗുരുത്വാകർഷണം മൂലം ശിലകളോ മേൽമണ്ണോ മുകളിൽ നിന്നും താഴോട്ട് പതിക്കുന്ന പ്രതിഭാസമാണ് ഭൂദ്രവ്യ ശോഷണം. എന്താണ്? ഗുരുത്വാകർഷണ മൂലമാണ് ശിലകളോ അല്ലെങ്കിൽ മേൽമണ്ണോ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഭൂദ്രവ്യ ശോഷണം. മലയിടിച്ചിൽ, ശിലാപതനം, മലകളുടെ നിരങ്ങിയിറങ്ങൽ, ഡെബ്രി ഫ്ലോ, ഭൂമിയുടെ ഇടിഞ്ഞു താഴൽ തുടങ്ങിയവയാണ് വിവിധ തരത്തിലുള്ള ഭൂദ്രവ്യ ശോഷണങ്ങളെന്ന് പറയുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം ചെങ്കുത്തായ മലഞ്ചെരുവിൽ ഉള്ള പാറയും മണ്ണും ജലപ്രവാഹത്തോടൊപ്പം താഴേക്ക് പെട്ടെന്ന് പതിക്കുന്ന പ്രതിഭാസമാണ് ഡെബ്രി ഫ്ലോ എന്ന് പറയുന്നത്. എന്താണ് ഡെബ്രി ഫ്ലോ? പഠിച്ചിരിക്കണം. എന്താണ്? ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം ചെങ്കുത്തായ മലഞ്ചെരുവുകളിലുള്ള പാറയും മണ്ണും ജലപ്രവാഹത്തോടൊപ്പം, അതായത് മഴയോ അങ്ങനെയുള്ള ജലപ്രവാഹത്തോടൊപ്പം താഴേക്ക് പെട്ടെന്ന് പതിക്കുന്ന പ്രതിഭാസമാണ് ഡെബ്രി ഫ്ലോ എന്ന് അറിയപ്പെടുന്നത്. മലയുടെ ഭാഗങ്ങൾ ഗുരുത്വാകർഷണത്താൽ താഴേക്ക് നിരങ്ങിയിറങ്ങുന്ന ഭൂദ്രവ്യ ശോഷണമാണ് മലയുടെ നിരങ്ങിയിറങ്ങൽ എന്ന് പറയുന്നത്. ഈ മലയുടെ നിരങ്ങിയിറങ്ങൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയുടെ ഭാഗങ്ങൾ ഗുരുത്വാകർഷണത്താൽ താഴേക്ക് നിരങ്ങിയിറങ്ങുന്ന ഭൂദ്രവ്യ ശോഷണമാണ് മലയുടെ നിരങ്ങിയിറങ്ങൽ എന്ന് പറയുന്നത്. കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് പലപ്പോഴും എന്താണ്, ഈ ഡെബ്രി ഫ്ലോയും അതുപോലെ മലയുടെ നിരങ്ങിയിറങ്ങലും രണ്ടും കൂടെ ഒന്നിച്ച് നടക്കും ശക്തമായ മഴ നടക്കുന്ന സമയത്ത്. അല്ലാതെയോ സംഭവിക്കാറുണ്ട്. ഈ പ്രതിഭാസത്തെ പൊതുവെ നമ്മളപ്പോൾ എന്താണ് വിളിക്കുന്നത്? ഉരുൾപൊട്ടൽ എന്ന് വിളിക്കുന്നു. പലപ്പോഴും ഇവ വിനാശകാരികളായി മാറാറും ഉണ്ട്. ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതാ ഘടകങ്ങൾ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രദേശത്തെ ഭൂമിയുടെ ചരിവ്, മണ്ണിൻ്റെ ആഴം, ഘടന, ഭൂവിനിയോഗം, നീർച്ചാലുകളുടെ വിന്യാസം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതാ ഘടകങ്ങളെല്ലാം തന്നെ. ഇനി അതിതീവ്ര മഴ, ലഘു മേഘവിസ്ഫോടനം,
ഭൂചലനം എന്നിവയാണ് ഉരുൾപൊട്ടലിൻ്റെ ചാലകശക്തികൾ. കൂടാതെ മൺസൂൺ സീസണിൽ ഉൾപ്പെടെ നടക്കുന്ന അശാസ്ത്രീയമായ പാറ പൊട്ടിക്കൽ, അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയും പ്രേരക ഘടകങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പ്രേരക ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് വ്യക്തമായി ഇതിൽ നിന്നും പഠിച്ചിരിക്കണം. ഏകദേശം 22 ഡിഗ്രിക്ക് മുകളിൽ ചെരിവുള്ള മലമ്പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. എത്ര ഡിഗ്രിക്ക് മുകളിൽ ചെരിവുള്ളതാണ്? 22 ഡിഗ്രിക്ക് മുകളിൽ ചെരിവുള്ള മലമ്പ്രദേശങ്ങളിലാണ് എന്ത് സംഭവിക്കുന്നത്? ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലായിട്ട് ഉള്ളത്. ഓർത്തിരിക്കണം. എത്ര ഡിഗ്രി ചെരിവിന് മുകളിലുള്ളതാണ്? 22 ഡിഗ്രി ചെരിവിന് മുകളിലുള്ളതാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് പശ്ചിമഘട്ട മേഖലകളിലും. ഇതും ഓർത്തിരിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ സംഭവിക്കുന്നത് എവിടെയാണ്? പശ്ചിമ മേഖലകളിലും ഹിമാലയൻ പർവ്വത നിരകളിലുമാണ്. കേരളത്തിൻ്റെ മലയോരങ്ങളിൽ ചെറുതും വലുതുമായ അനേകം ഉരുൾപൊട്ടലുകൾ, കുഴലീകൃത മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ എന്നിവ വ്യാപകമായി സംഭവിക്കുന്നുവെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇനി കുഴലീകൃത മണ്ണൊലിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ചെങ്കല്ല് നിറഞ്ഞ മലയോര പ്രദേശങ്ങളിൽ അടുത്തിടെ വ്യാപകമായി കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് കുഴലീകൃത മണ്ണൊലിപ്പ്. എവിടെയാണ് ഈ കുഴലീകൃത മണ്ണൊലിപ്പ് കാണപ്പെടുന്നത്? ചെങ്കല്ല് നിറഞ്ഞ മലയോര പ്രദേശങ്ങളിലാണ്. അവിടെ വ്യാപകമായി ഇപ്പോൾ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് കുഴലീകൃത മണ്ണൊലിപ്പ്. കളിമൺ പാളികൾ നിറഞ്ഞ ഇത്തരം ചെങ്കൽ പ്രദേശങ്ങളിൽ ജലത്തിൻ്റെ തള്ളിച്ച മൂലം സംശക്തി ബലം, അതായത് കൊഹിഷൻ ഫോഴ്സ് കുറവുള്ള കളിമണ്ണ് ഒലിച്ചു പോകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത്. എന്താണ് സോയിൽ പൈപ്പിംഗ്? അതായത് എന്താണ്? കളിമൺ പാളികൾ നിറഞ്ഞ ചെങ്കൽ പ്രദേശങ്ങളുണ്ട്. അവിടെ ജലത്തിൻ്റെ തള്ളിച്ച മൂലം സശക്തി ബലം അഥവാ കൊഹിഷൻ ഫോഴ്സ് കുറവുള്ള കളിമണ്ണുകളുണ്ട്. ഒലിച്ചു പോകുന്ന പ്രതിഭാസമാണ്, ആ കളിമണ്ണ് ഒലിച്ചു പോകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത്. ചെങ്കല്ല് നിറഞ്ഞ മേൽപ്പാളിയിലെ സുഷിരങ്ങളിലൂടെ അതിവർഷമോ മറ്റോ മൂലം ജലം ഉള്ളിലേക്ക് തള്ളിക്കയറുകയും കളിമണ്ണ് നിറഞ്ഞ കീഴ്പ്പാളിയിൽ നിന്നും ഏതാണ്ട് കുഴലാകൃതിയിൽ മണ്ണ്, അതായത് കളിമണ്ണും വളരെ നേർത്ത തരികളോടുകൂടിയ അവസാദവും ജലവും ചേർന്ന മിശ്രിതമാണ്. എന്ത് ചെയ്യുന്നുണ്ട്? ഒലിച്ചു പോവുകയും ചെയ്യുന്നു. ദുർബലമായ കീഴ്പ്പാളികളിലുണ്ടാകുന്ന ജലാകൃത അപരദനമാണ് കുഴലീകൃത മണ്ണൊലിപ്പിന് കാരണം. അതായത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഹൈഡ്രോളിക് ഇറോഷൻ, സബ്സർഫസ് ഹൈഡ്രോളിക് ഇറോഷൻ നടക്കുന്നുണ്ട്. അതായത് ദുർബലമായ കീഴ്പ്പാളി, അതിൽ ജലാകൃത അപരദനം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കുഴലീകൃത മണ്ണൊലിപ്പിന് കാരണമാകുന്നത്. അടുത്തിടെ ഇടുക്കി ജില്ലയിലും കണ്ണൂർ ജില്ലയിലെ ഭൂമി ഇടിഞ്ഞു താഴ്ന്ന് കിണറിൻ്റെ ആകൃതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടത് ഈ പ്രതിഭാസം മൂലമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഓക്കെ, അതെന്താണിത്? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചെങ്കല്ല് നിറഞ്ഞ മലയോര പ്രദേശങ്ങളിലാണ്. അവിടെ എന്താണ്? കളിമണ്ണ് നിറഞ്ഞ ചെങ്കൽ പ്രദേശങ്ങളിൽ എന്താണ്? ഈ മണ്ണിന് എന്തില്ല? കൊഹിഷൻ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സോയിൽ പൈപ്പിംഗ് നടക്കുന്നുണ്ട്. ഈ ചെങ്കുത്തായ ചെങ്കല്ല് നിറഞ്ഞ മേൽപ്പാളികളിൽ എന്തുണ്ട്? സുഷിരങ്ങളുണ്ട്. അതിലൂടെ വെള്ളം എന്ത് ചെയ്യും? ഊർന്ന് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഈ കളിമണ്ണ് നിറഞ്ഞ കീഴ്പ്പാളി എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്ക് ഇടിഞ്ഞു താഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കുഴലീകൃത മണ്ണൊലിപ്പ് സംഭവിക്കുന്നത്. ദുരന്തമെത്തും മുമ്പ് ഇനി നമുക്ക് എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നോക്കിക്കേ. ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കുന്ന അസാധ്യമാണ്. എന്നാൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകൾ ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിച്ച് കണ്ടെത്തുകയും മുൻകരുതലുകൾ എടുക്കുകയും ചെയ്താൽ ആഘാതത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും.
അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വിദൂര സംവേദനം, ഭൂവിവര വ്യവസ്ഥ GIS എന്നീ സങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള പഠനങ്ങൾ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കും. അതായത് റിമോട്ട് സെൻസിങ്ങും GISഉം ഒക്കെ ഉപയോഗിച്ചുള്ള പഠനങ്ങൾ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ കണ്ടുപിടിക്കാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. ഭാരതീയ ഭൂവിജ്ഞാനീയ സർവേ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ദേശീയ ഭൗമ പഠന കേന്ദ്രം NCESS എന്നീ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഓരോ ജില്ലയിലും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ ഉൾപ്പെടുത്തി ഭൂപടം തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ നമുക്ക് ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. ഇനി ഉരുൾപൊട്ടൽ എങ്ങനെ നേരിടാം, ദുരന്ത സമയത്തും ദുരന്തത്തിന് ശേഷവും എങ്ങനെയെല്ലാമാണ് നമ്മൾ കരുതലുകൾ എടുക്കുന്നതെന്ന് നോക്കാം. പരിഭ്രാന്തരാകാതെ സംയമനം പാലിക്കുക. ഉരുൾപൊട്ടൽ സമയത്ത് വീടിനകത്താണെങ്കിൽ ബലമുള്ള ഒരു മേശയുടെയോ കട്ടിലിൻ്റെയോ കീഴിൽ അഭയം തേടുക. അടുത്ത, ദുരന്തത്തിന് ശേഷം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ആംബുലൻസിനും മറ്റും വാഹനങ്ങൾക്കും സുഗമമായി കടന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കുക. ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശങ്ങളിൽ വീണു കിടക്കുന്ന വൈദ്യുതി ലൈനുകൾ കണ്ടാൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇതാണ് നമ്മൾ ദുരന്തത്തിന് ശേഷം ചെയ്യേണ്ടത്. ഇനി കേരളത്തിൻ്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ സേവനം ഉറപ്പാക്കി സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് കവചത്തിൻ്റെ ഫുൾ ഫോം. കേരളത്തിലെ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളിലെയും ഏകീകൃത മുന്നറിയിപ്പ് സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന പ്രവർത്തന രീതിയാണ് കവചം സംവിധാനത്തിനുള്ളത്. ഇത്തരത്തിൽ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇതുപോലെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും ദുരന്ത സാധ്യതകളെ യഥാസമയം നിരീക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടാൽ സ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള SMS, അതായത് ഏത് സ്ഥലത്താണോ നടക്കുന്നത് ആ സ്ഥലത്തെ അടിസ്ഥാനമാക്കിയുള്ള SMS, ലൊക്കേഷൻ ബേസ്ഡ് SMS, സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ മാധ്യമങ്ങൾ എന്നിവ വഴിയും സൈറൺ, സ്ട്രോബ് ലൈൻ ശൃംഖല പ്രവർത്തിപ്പിച്ചും ദ്രുതഗതിയിൽ ജനങ്ങളെ അറിയിക്കുകയും വിവിധ തരങ്ങളിൽ നടപടികൾ സ്വീകരിക്കുകയും പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഓക്കെ, ഇനി അടുത്തത് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളുടെ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക. https://ndma.government.in പിന്നെ sdmakerala.government.in ഒന്ന് അറിഞ്ഞിരിക്കുക. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റുകളാണ് ഇവയൊക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ജോഗ്രഫി സെക്ഷനാണ്. നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. വരാനിരിക്കുന്ന എല്ലാ 10th ലെവൽ എക്സാമുകൾക്കും, പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും ഇതിൽ നിന്ന് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് കൃത്യമായി ഈ ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.